സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആൺ സുഹൃത്തുക്കൾ ഏറ്റുമുട്ടി 4 പേർ അറസ്റ്റിൽ. കൗതുകരമായ വാർത്തയൊന്നുമല്ല. നിത്യേന നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ വെളിച്ചത്ത് വരാത്ത വാർത്തകളിൽ ഒന്ന് വെളിച്ചത്ത് വരുമ്പം ചിലപ്പോഴൊക്കെ ചെറിയ കൗതുകം തോന്നും. എന്നിരുന്നാലും ഇതത്ര കൗതുകമുള്ള വിഷയമല്ല. പക്ഷേ സ്വന്തം മക്കളുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുള്ളവരോട് സസ്നേഹം ഒരു കാര്യം പറയാനുള്ളൂ. ഇവിടെ ജാതി മതത്തിന് അതീതമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളെ ഓർത്ത് അവരൊക്കെ ഭാസുരമായ ഒരു ഭാവി കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് എല്ലാ മതസ്ഥരോടും സസ്നേഹം പറയാനുള്ളത് ആദ്യം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിൽ ചിലർ വന്നു പോകും നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല. നിങ്ങളറിയാതെ നിങ്ങളുടെ വീട്ടിൽ ചിലരൊക്കെ വന്നു പോകും നിങ്ങൾ അറിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളി. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതറിയോ? സമീപ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വിധേയപ്പെട്ട ആളാണ്. വളരെ മോശമായ രൂപത്തിലേക്ക് ജീവിച്ച് നടന്നൊരാള് ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പ്രഭാഷണവും മറ്റോ കേട്ടു അദ്ദേഹത്തിന് ചെറിയൊരു മാറ്റം വന്നു. ഇനി ഇങ്ങനെ ജീവിച്ചാൽ ശരിയാകൂല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു നല്ല വഴിയിൽ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്റെ അരികത്ത് വന്ന് ചില ഉപദേശ നിർദ്ദേശങ്ങൾ തേടാമെന്നതാണ്. അപ്പൊ അദ്ദേഹം മനസ്സ് തുറന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഉസ്താദേ, എന്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില അബദ്ധങ്ങൾ എന്നിൽ സംഭവിച്ചു. എനിക്ക് ഒരു പെൺസുഹൃത്തുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ ഞാൻ നിത്യേന പോകും. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊരു കൗതുകത്തോട് ചോദിച്ചു, മോനെ, ഈ വീട്ടിൽ ചെല്ലുമ്പോഴേ ഇപ്പൊ സാധാരണ അത്തരം തിന്മകളൊക്കെ റൂമെടുത്തും അല്ലാതെയൊക്കെയാണല്ലോ ആളുകൾ ചെയ്യുന്നത്. ഈ സ്വന്തം വീട്ടിൽ എങ്ങനെ പോവുക? അപ്പം ആ ചെറുപ്പക്കാരനോട് പറയാണ്, ഉസ്താദേ, മറ്റുള്ള സ്ഥലത്ത് പോയാൽ സംശയിക്കുന്ന അത്ര സ്വന്തം വീട്ടിൽ പോയാൽ അങ്ങനെ വരൂല്ല. സ്വന്തം ആ പെൺകുട്ടിയുടെ വീടിന്റെ മുൻവാതിലൂടെ തന്നെ കയറി ചെല്ലും. അപ്പൊ വീട്ടിലുള്ള ആ ബ്രദേഴ്സ് പോലെ ആണെന്ന് ചുറ്റുവട്ടത്തുള്ളവർ മനസ്സിലാക്കും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാറുണ്ട്. 2 മണി 3 മണി വെളുപ്പിനെയാകുമ്പോൾ ഞാൻ തിരിച്ചു വരാറുണ്ട്. ഇതൊക്കെയാണ് ജീവിതത്തിൽ എനിക്ക് വന്നുപോയ അബദ്ധം. അദ്ദേഹം തന്നെ മനസ്സുറന്ന് ഇങ്ങനെ സംസാരിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടത്, ഇത് ഒരു കേസല്ല, അനേകം സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഒരു പെൺകുട്ടി, ഇത്തരം തെറ്റിന്റെ മാർഗത്തിൽ നടന്നൊരു പെൺകുട്ടി എന്നോട് ഇതിൽ നിന്നൊന്ന് സർവൈവൽ ചെയ്യാൻ വേണ്ടി, മനസ്സ് മാറി നല്ല ജീവിതം നയിക്കാൻ വേണ്ടി എന്നോട് ഒരഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ആളുകൾ വന്നു പോയിട്ട് നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ ആരെയാണ് ഈ അന്ധമായി വിശ്വസിച്ച് കിടന്നുറങ്ങുന്നത്? നമ്മുടെ മക്കള് വഴിപിഴച്ചു പോയിട്ടും നമ്മൾ മറ്റേതോ ഒരു ലോകത്ത് ജീവിക്കുന്നവരായി പോയി നമ്മൾ. പക്ഷേ പൂർണ്ണമായി അവർ തിന്മയുടെ പക്ഷത്തായി പോയി, അങ്ങേയറ്റം വഴിപിഴച്ചവരായി പോയി. അല്ലെങ്കിൽ ഈ അവരുടെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ആൺ സുഹൃത്തിന്റെ കയ്യിൽ കിട്ടി നമ്മൾ പോലും അറിയാതെ അവൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ആത്മഹത്യ ചെയ്തതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമുക്ക് ആ നാണക്കേട് പോലും, ആത്മാഭിമാനത്തിനേറ്റ ക്ഷേതമുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളെ അത് വേട്ടയാടുക തന്നെ ചെയ്യും. ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് തലകുനിച്ച് നടക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഭാവിയെ, അത് ഒരു ബാസുരമായ ഭാവി, സുദൃഢമായ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ പെൺമക്കളെ, ആൺമക്കളെ ശ്രദ്ധിക്കണം. അവര് നമ്മളറിയാതെ പല വലയത്തിലേക്കും പോയി വീഴുന്നുണ്ട്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം മഹാഭാരതത്തിൽ അതിന്റെ 3-ാം പർവ്വം മാർക്കണ്ഡേയ സമസ്യ, ഈ വനപർവ്വത്തിൽ മാർക്കണ്ഡേയ സമസ്യയിൽ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുന്നുണ്ട്, ഈ കലിയുഗമാകുമ്പോൾ അഥവാ ലോകാന്ത്യം എടുക്കുമ്പോൾ അന്നത്തെ കാലത്തെ മനുഷ്യരുടെ സ്വഭാവ രീതി എന്താണ്? മാർക്കണ്ഡേയ മുനി പറയും, ലോപക്രോധ പരാമൂഢ കാമാസത്താച്ച മാനവ. അന്നത്തെ മനുഷ്യരുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് അവർ വികാരത്തിന്റെ അടിമകളായിരിക്കും. അവർക്ക് ഒരേ ഒരു വിചാരമേ ഉള്ളൂ, ഈ ഡോക്ടറാകണോ എഞ്ചിനീയർ ആകണോ. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പോകുന്നത്, ഒരാളെ വളക്കണം, അവളുമായിട്ട് സല്ലപിക്കണം. എന്നാലും ഈ ഒരു ആനന്ദമൊക്കെ നിലനിൽക്കുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഖവും സന്തോഷം കഴിഞ്ഞാൽ അടുത്തേക്ക് പോകും. അപ്പൊ അടുത്തേക്ക് പോകുമ്പോൾ രണ്ടിൽ ഒരാൾ ഇതറിയും, ആ പ്രശ്നമാവും. അപ്പൊ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കൈക്കലായിട്ടുണ്ടാവും, ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ ഈ വീഡിയോ ഒക്കെ ലീക്കാവും. അപ്പൊ പെൺകുട്ടി ചാകാൻ പോകും, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മാതാപിതാക്കൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും അറിയുന്നില്ല. ഹിഡനായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കള് പലപ്പോഴും ഭയങ്കര ടെൻഷന്റെ ആളുകളായിരിക്കും. അവര് ഭക്ഷണം കഴിക്കുന്നില്ല, മിണ്ടുന്നില്ല. പക്ഷെ എന്താന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ എക്സാം ആണെന്നൊക്കെ പറയും. പക്ഷെ ഒന്നുമല്ല, അവരെ ഭീഷണിപ്പെടുത്തും. നമ്മളറിയാതെ ആ മക്കളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരറിയാതെ അവരുടെ ഈ ചെറിയ ഈ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് പോയി വീഴുന്നതാണ്. അത്തരം മാർഗങ്ങൾ അടക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനെന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ മക്കളുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുക. അവർക്ക് എന്തും നമ്മളോട് തുറന്നു പറയാനുള്ള മനസ്സുണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കണ്ഡേയ സമസ്യയിലെ അതേ ആ വാചകം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യഅതി അലന്നാസി സമാനുൻ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും,
ഹംബുഹുബുത്തൂൻ. ആ അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പ്രത്യേകത, അവരുടെ മുഖ്യമായ വിഷയം വയറായിരിക്കും. വഖീബിലത്തുഹും നിസാഅ്. അവരുടെ ലക്ഷ്യം, പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് അത് സ്ത്രീയായി മാറുന്ന ഒരു കാലഘട്ടം വരും. നമ്മുടെ മക്കളെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ നാം മക്കൾ കാണുന്ന ഈ ലിബറൽ ചിന്താഗതിക്കാരുടെ, നിരീശ്വരവാദികളുടെ ഈ പ്രഭാഷണം എന്നുള്ളത്. നിങ്ങൾ നിസ്സാരമായി അതിനെ കാണണ്ട. കാരണം ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു ഹിന്ദു ആണെങ്കിലും അവർ വിശ്വാസിയാണെങ്കിൽ, അവർ ആചാരാനുഷ്ഠാനങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ, അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഓരോ വിഷയങ്ങളും ഒരു വീണ്ടും വിചാരമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് കുറ്റമാണ്, അത് ശരിയല്ല എന്ന് കൊടുക്കുന്ന വീണ്ടും വിചാരം. മതം അഴിഞ്ഞു വീഴുമ്പോൾ മതരഹിതമായ ജീവിതത്തിൽ ഇത്തരം ചട്ടക്കൂടുകളൊന്നുമില്ല. പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. നമുക്ക് എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് അനുവർത്തിക്കാം എന്നുള്ളതാണ്. ഇതൊരു പരിധിവരെ നമ്മുടെ മക്കളെ വഴിപെടുപ്പിക്കുന്നതിന് ഹേതുവാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ മാർക്കണ്ഡേയ സമസ്യയിലെ ആശയം, അതേ ആശയം ജനിപ്പിച്ചുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. യഅ്തിയാലന്നാസി സമാനുൻ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, ഹമ്മുഹും ബുത്തൂൻ, അന്ന് മനുഷ്യരുടെ മുഖ്യമായ കാര്യങ്ങളിൽ ഒന്ന് വയറ് നിറക്കുക എന്നുള്ളതാണ്. വഖീബിലത്തുഹുൻ നിസാഅ്, അവരുടെ പരമമായ ലക്ഷ്യം എന്നുള്ളത് പെണ്ണായിമാർ, വികാരങ്ങൾക്ക് അടിമപ്പെട്ട ഒരു ജനത. അവർക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം അത് വൈകാരിക പൂർത്തീകരണമായി മാറുന്ന ഒരു സമൂഹമായി ജനത മാറുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലേക്കൂട്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യൽഖല്ലാഹ അഹദൻ ബിദംബിൻ അഅ്ളമ മിൻ ജഹാലത്തി അഹ്ലി. അള്ളാഹനെ കണ്ടുമുട്ടുന്ന ദിവസം ഒരു മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്, അന്ന് അവൻ ഏറ്റവും വലിയ പാപിയായി, അവൻ ചെയ്ത പാതകങ്ങളിൽ ഏറ്റവും വലുതായി ഗണിക്കപ്പെടുന്നത് അവന്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടത്ര ദീൻ കൊടുക്കാതിരുന്നു എന്ന കാരണമാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ.